ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പിന്നെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ഒന്നുകൂടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ്. അതിനു മുന്നേ നമുക്കറിയാം 2024 പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഘടന മാത്രമാണ് അത്. പക്ഷേ അതിൽ നിന്ന് അരവിന്ദ് കേജ്രിവാള് ഉടക്കി പിടിച്ചിരുന്നു, മമതാ ബാനർജി ഉടക്കി നിന്നു. കാരണം ഇവർക്കെല്ലാം ആധിപത്യം സ്ഥാപിക്കണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടി ആ വാദം ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണി ഇല്ലാതാകും. ഇന്ത്യ മുന്നണി ഇപ്പൊ തന്നെ ഇല്ല. ഒരു മുന്നണി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒരു മുന്നണി നിലനിൽക്കണമെങ്കിൽ അതിന് ഒരു കരുത്തനായ ഒരു പാർട്ടി വേണം. ആ പാർട്ടിക്ക് കരുത്തനായ ഒരു നേതാവ് വേണം. ഇപ്പം ഇവിടെ LDF എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? LDFന് CPM എന്നൊരു പാർട്ടി ഉണ്ട്, അതിൻ്റെ നേതാവ് സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് LDF നിൽക്കുന്നത്. ഇല്ലെങ്കിൽ LDF നിൽക്കില്ലല്ലോ. ഇപ്പോൾ CPI തന്നെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് രണ്ടായി പോകേണ്ടതല്ലേ? പോകാതെ നിന്ന് എന്തുകൊണ്ടാണ്? അവിടെ ഒരു നേതാവുണ്ട്, ആ നേതാവിന് വരട്ടിയോ അല്ലെങ്കിൽ കണ്ണുരുട്ടിയോ നിർത്താൻ അറിയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ചില സമയത്ത് ചില ആത്മസംയമനം പാലിച്ചുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നിർത്താൻ അറിയാം. ഈ ഒരു നേതൃത്വം ഏത് മുന്നണിക്കും വേണം. UDFനും അതുപോലെ തന്നെയാണ്. UDFന് കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ലീഗിൻ്റെ നേതൃത്വമാണ്. UDFന് ലീഗിൻ്റെ ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് പിന്നെ UDF എന്ന് പറയുന്ന സംവിധാനം നിൽക്കുന്നത്. NDA എന്ന് പറയുന്ന സംവിധാനം നിൽക്കുന്നത് BJP എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ടല്ലേ. അതില്ലെങ്കിൽ എല്ലാവരും പരസ്പരം തല്ലി കീറുകയില്ലേ? ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇല്ലാത്തത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടത് ഒരു കോൺഗ്രസ് നേതാവ്, ഒരു കോൺഗ്രസ് ശക്തമായൊരു കോൺഗ്രസ് പാർട്ടി. ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് പറ്റുന്നത്? അപ്പോൾ അത് തള്ളിപ്പോയി. എനിക്ക് തോന്നുന്നു മറ്റ് മുന്നണികളിൽ ഉള്ള മറ്റ് പാർട്ടികളുടെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ അതൃപ്തി എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു അപക്വമായ സമീപനവും മറ്റുമൊക്കെ. അല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു നേതാവ് വേണം. നേതാവിന് അപക്വത വന്നാൽ പോയി, നേതാവിന് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പോയി, നേതാവിന് സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മുന്നണിയെ സംരക്ഷിക്കാനുള്ള കെൽപ്പും വേണം. അവിടെയാണ് പ്രശ്നം. ഇപ്പം പിന്നെ നേതാവ് തന്നെ ഘടകകക്ഷിയായ RJDയുടെ തേജസ്വി ആയിട്ട് അടികൂടുകയാണ് ബീഹാറിൽ. എന്നിട്ട് നേതാവിനെ തന്നെ അവിടെ കയറിപ്പോരെന്ന് പിന്നെ അണി പോലെ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഘടകകക്ഷിയുടെ ഒരു കുഞ്ഞേട്ടനായ RJD തന്നെ പറയുകയാണ് വലിയേട്ടൻ അവിടെ കയറിപ്പോരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുന്നണി നിൽക്കുന്നത്? കയറിയ കാല് വെട്ടുമെന്നാണ് ലാലു പ്രസാദ് പറഞ്ഞത്. അവസാനം പിന്നെ അശോക് ഗെഹ്ലോട്ടിനെ അയച്ച് ലാലുവിൻ്റെ കാല് തിരുമ്മിയാണ് നേതാവിനെ അവിടെ കയറ്റിയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുന്നണി നിൽക്കുന്നത്? ഒരു മുന്നണി നിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? മുന്നണി നിൽക്കണം. ഇപ്പം ഇന്ദിരാഗാന്ധി ഉള്ളപ്പം അവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം അവർ നയിക്കും. ഇപ്പം NDA എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? രണ്ട് ഭഗീരഥന്മാർ അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ഒരു നരേന്ദ്രമോദിയും ഒരു അമിത്ഷായും ഉണ്ട്. ഒരാൾ കണ്ണുരുട്ടും, മറ്റൊരാൾ വിരൽ ചൂണ്ടും. അപ്പം തന്നെ എല്ലാം നിൽക്കും അവിടെ. ആവശ്യമുള്ളതെന്നാൽ കൊടുക്കുകയും ചെയ്യും, സംരക്ഷിക്കുകയും ചെയ്യും. വെറുതെ കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ന്യായമായത് തരും. ഇപ്പം തന്നെ പിന്നെ ബീഹാറിൽ പറഞ്ഞു 6 MLAക്ക് ഒരു മന്ത്രി. ഒരു കണക്ക് വയ്ക്കുകയാണ്, ഒരു തിയറി ഉണ്ട്. ഞങ്ങൾക്ക് ഇത്ര MLA ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര മന്ത്രി, മറ്റവർക്ക് ഇത്ര MLA ഉണ്ട്, അതവർക്ക് ഇത്ര മന്ത്രി. RLDക്ക് അല്ല പിന്നെ പസ്വാന് ഇത്ര മന്ത്രിയുണ്ട്, ഇത്ര MLA ഉണ്ട്, അവർക്ക് ഇത്ര മന്ത്രി. ഇതിങ്ങനെ ഈ വക ചട്ടക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി തെറ്റില്ലാതെ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരു നേതാവിന് വേണം. ഇതിവിടെ ഒരു വോട്ട് ചോരി കഴിഞ്ഞാൽ പിന്നെ പട്ടായയിൽ പോയി കിടക്കുക, പിന്നെ അവിടെ ബീച്ചിൽ പോയി കിടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ, ഈ കുംഭകർണം വരുന്ന പോലെയാണ്. 6 മാസത്തിൽ ഉറക്കം. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഒരു വീശും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഉറങ്ങും. പണ്ട് രാവണൻ തോറ്റുപോയത് ഇതുകൊണ്ടാണ്. ഈ കുംഭകർണനെ ഉണർത്തി വിട്ടിരുന്നെങ്കിൽ തന്നെ രാമന്റെയും ഈ വാനരസേനയൊക്കെ അടിക്കാനുള്ള ശക്തി എങ്ങനെയുണ്ട്. പക്ഷെ പഹ ഉണരുമില്ലല്ലോ, അവിടെ കിടക്കും. പിന്നെ മീശയും നാസാദ്വാരത്തിലെ രോമങ്ങളെ വരെ ആന വന്ന് പിടിച്ച് വലിച്ച് ഇയാളെ ഉണർത്തിയിട്ടാണ് പിന്നെ യുദ്ധത്തിന് വിടുന്നത്. അവിടെ പോയി ഒരടി അടിച്ചിട്ടെങ്കിൽ വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ മുന്നണി കൊണ്ടൊന്നും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസിന്. അതായത് ഒരു മുന്നണിയുടെ പ്രധാന കാര്യം എല്ലാവരും പറയാറുണ്ട്, മിനിമം കോമൺ പ്രോഗ്രാം. അതായത് ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്നതിനാണ് ഞങ്ങളുടെ മുന്നണി എന്ന് വേണ്ടേ. ഇവിടെ ഇപ്പോൾ മുന്നണി എന്തിനാണ്? മോദിയെ എതിർക്കാൻ,
മുന്നണി. അത് മോദി എതിർക്കാൻ മുന്നണി ഉണ്ടാക്കിയാൽ വിജയിക്കില്ല കേരളത്തിൽ, ഇന്ത്യയിൽ. കാരണം എന്ന് വെച്ചാൽ മോദി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകൾ. കാരണം ഇതുപോലൊരു പിന്നെ വികസന നായകൻ, ഇതുപോലെ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഒരാളില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തകർക്കാൻ ഒരു മുന്നണി ഉണ്ടാക്കി എങ്ങനെ നിൽക്കുന്നത്? BJP-യെ എതിർക്കണമെന്നോ NDA എതിർക്കണമെന്നോ അല്ല പറയുന്നത്, അല്ല മോദി ഇറക്കണം എന്നുള്ള. അല്ല അതിന്റെ ലക്ഷ്യവും ഇതാണല്ലോ. ഇപ്പൊ ഇനി ഇവർ പറയാണ് BJP ഇറക്കണം അല്ലെങ്കിൽ NDA ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇത് വെക്കാൻ പോണ വെടിയ ആൾക്കിട്ടാണെന്ന് ജനത്തിനറിയാമല്ലോ. നരേന്ദ്രമോദി എന്നുള്ള ഒരു ജനകീയ നേതാവിനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട്, വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടോ പിന്നെ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെ താഴെ ഇറക്കാനുള്ള ശ്രമമാണെന്ന് ജനത്തിനറിയാം. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ പറയുന്നൊന്നും വിജയിക്കാത്തത് മാത്രമല്ല ബാക്ക് ഫയറും ചെയ്യുന്നത്. ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞതിന്റെ ക്ഷീണമാണ് 44 സീറ്റിൽ ഒതുങ്ങിയത്, അല്ലേ? അതെ, അന്നത്തെ ആ പ്രശ്നം കൊണ്ടാണ് ഒതുങ്ങിയത്. ഇപ്പൊ വോട്ട് ചോരി എന്ന് പറഞ്ഞതിനാണ് പിന്നെ 6 സീറ്റിൽ ഒതുങ്ങിയത് ബീഹാറിൽ. ഇത് ആ വിവരമുള്ളവർ മുഴുവൻ പറഞ്ഞു മിണ്ടരുത്. ഇത് ഇലക്ഷന് മുമ്പേ പറഞ്ഞോ, ഒരു ഓളം ഉണ്ടാക്കാൻ പറഞ്ഞോ. വോട്ട് കിട്ടാത്ത കുറേ പേർക്ക് വോട്ട് കിട്ടുന്നെങ്കിൽ അതുവഴി കിട്ടിക്കോട്ടെ, വോട്ടർ പട്ടികയിൽ വന്നോട്ടെ. അത് കഴിഞ്ഞാൽ നിർത്തിക്കോ. ഇലക്ഷൻ കഴിഞ്ഞാൽ വേറെ സാധനം ഇട്. ജനത്തിന് വേണ്ട സാധനമുണ്ട്. ജോലി, കൂലി, ഭക്ഷണം, ലൈറ്റ്, പിന്നെ വെള്ളം, റോഡ്. ഇത് വേറെ വിഷയം അവിടെ കിടപ്പുണ്ട്, അതെട്. ഈ വോട്ട് ചെയ്യാൻ പോണവനാണ് വോട്ട് ഇല്ലാത്തവന്റെ കാര്യം പറഞ്ഞാൽ വല്ലതും കേൾക്കുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ തന്നെ മമതാ ബാനർജിയൊക്കെ അതിശക്തമായിട്ട് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ എതിർക്കും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ കറി വെക്കാൻ അറിയാവുന്ന ഒരു പാചകക്കാരൻ അറിഞ്ഞുകൂടാത്തവൻ വന്നിട്ട് അതിൽ കുറച്ചുകൂടെ മുളകിട്, കുറച്ചുകൂടെ ഉള്ളി ഇടുക പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കൂ? അറിഞ്ഞൂടെ അങ്ങോട്ട് മാറിപ്പോയി ഇടാന്ന് പറയില്ലേ? ഇതാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയെ നയിക്കാൻ അറിഞ്ഞൂടാ, ഒരു മുന്നണിയെ നയിക്കാൻ അറിഞ്ഞൂടാ, രാഷ്ട്രത്തിന് വേണ്ട ഒരു മുദ്രാവാക്യം ഉയർത്താൻ അറിഞ്ഞു. ഈ മുദ്രാവാക്യങ്ങളല്ലേ ഒരു പാർട്ടി നിലനിർത്തുന്നത്? ഇപ്പം എന്തുകൊണ്ടാണ് ബീഹാറിൽ ഈ ഒരടവ് നടക്കാത്തത്? രണ്ട് വാചകമാണ്. ജംഗിൾ രാജ്, ഒരൊറ്റ ഓർമ്മിപ്പിക്കലാണ് നരേന്ദ്രമോദി നടത്തിയത്. പലരും പേടിച്ചുപോയി. പഴയ ആ കഥ മുഴുവൻ അപ്പം സിനിമയെ ഫ്ലാഷ് ബാക്ക് പോലെ ഓരോരുത്തരുടെയും കണ്ണിലൂടെ മനസ്സിലൂടെയും ഇങ്ങനെ പറയാൻ തുടങ്ങി. ജംഗിൾ രാജ് എന്നൊരൊറ്റ വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് ഭയങ്കര മുദ്രാവാക്യമാണ്. കാരണം അടി കിട്ടിയവനും തൊഴി കിട്ടിയവനും കുരിഞ്ഞു നിർത്തി ഇടിച്ചവനും ബലാത്സംഗം മകളെ പിടിച്ചോണ്ട് പോയെന്നേ. ഒരു IAS ഓഫീസർ, ഒരു ലളിതനായ IAS ഓഫീസറുടെ മകളെ RJD MLA-യുടെ മകൻ ബലാത്കാരമായിട്ട് പിടിച്ചുപോയ ആണ്ടുപോയ 6 തവണയായിട്ട് ബലാത്സംഗം ചെയ്തു കളഞ്ഞു. എന്നാലോചിക്കേ, IAS ഓഫീസറുടെ മോളെയാണ്. അപ്പൊ പിന്നെ സാധാരണക്കാരനെ എന്തൊക്കെ ചെയ്തിരിക്കും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അതാണ് മോദി എല്ലായിടത്തും ചെന്ന് ജംഗിൾ രാജ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തിൽ അത് പറയുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യും ഞങ്ങളുടേത് കല്യാൺ രാജ് എന്ന് വെച്ചാൽ ക്ഷേമ മുന്നണി, അത് കാട്ടാള മുന്നണി. ക്ഷേമ മുന്നണി, കാട്ടാള മുന്നണി, ക്ഷേമ മുന്നണി, കാട്ടാള, ഏത് വേണം? ഇപ്പൊ ജനത്തിന്റെ മനസ്സിൽ ഈ 2 വാക്ക് മതി. ഇത് പതിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തരുന്നതെല്ലാം ക്ഷേമമാണ്, അവൻ തരുന്നതെല്ലാം ദ്രോഹമാണ്. ജനത്തിന് പിന്നെ വേറെ മെസ്സേജ് വേണ്ട. ഇതുപോലത്തെ മെസ്സേജുകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഇത് താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രസംഗ പാഠവും വേണ്ടേ? അത് കുളത്തിച്ചാടി കൊണ്ട് മാത്രം കാര്യമില്ല. കുളത്തിച്ചാടി അവിടെ നിൽക്കുന്ന കുറച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ചിലപ്പോൾ ആവേശം വരും. ഇതൊക്കെ മേമ്പൊടിയായിട്ടും വേണേലും ആവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് വേണ്ട സ്ലോഗനുകൾ ഒരുക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ 61 സീറ്റിനായിട്ട് 600 പേര് അടികൂടുകയായിരുന്നു അവിടെ. അതെ, പലരുടെയും പിന്നെ 2 കോടി 3 കോടിയൊക്കെ അവിടുത്തെ പിന്നെ MLA പിന്നെ PCC പ്രസിഡന്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ടും ആ സീറ്റ് വിഭജനം ശരിയായില്ല. കൃഷ്ണ അലവേരു കാണിച്ച പിന്നെ കാര്യങ്ങൾ ഇപ്പോഴാണ് ഓരോന്ന് വെളി വരുന്നത്. ഇയാൾ RSSന്റെ ഏജന്റ് ആയിരുന്നെന്ന് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്. എന്താണ് സത്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇവർ അവിടെ പലതിനും നിയോഗിച്ചത്. അവസാനം സംഗതി കുളമായി. 6-ൽ 1 എന്ന് പറഞ്ഞ 61-ൽ 1 എന്ന് പറഞ്ഞാൽ 10% പോലും സ്ട്രൈക്ക് റേറ്റ് ഇല്ല. 90% സ്ട്രൈക്ക് റേറ്റുള്ള BJP-യുമായിട്ട് 10% പോലും സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത ഒരു പാർട്ടി, അതായത് BJP-ക്ക് വലിയ ഹോൾഡൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും BJP അവിടെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കില്ലല്ലോ. അപ്പോൾ ബാക്കി ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്നാൽ തൂത്തു വെറുക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ കട്ടയ്ക്ക് തുല്യം എന്നല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസും സംഘവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇല്ല, ഞങ്ങൾ വൻ മെജോറിറ്റിയിൽ തിരിച്ചു വരുമെന്നാണ്. അപ്പം അവിടെ പോലും പിന്നെ 61-ൽ 6 എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് കൂടെ നിൽക്കുക? മുന്നണി ശിഥിലമായി പോകുന്ന വിധത്തിലേക്കാണ് ഈ നേതൃത്വം പോകുന്നത്. അതുകൊണ്ടാണ് SP-യും പിന്നെ തൃണമൂലും എന്തിന് ലാൽ വരെ പറഞ്ഞിരിക്കുന്നു. മമത പറയുന്നത് ശരി, അല്ല മമതയെ
പിടിച്ച് ഇതിൻ്റെ നേതാവാക്കിയാൽ പിന്നെയും രക്ഷപ്പെടുമെന്ന് ലാലു വരെ, കിഡ്നിയും വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വയ്യാതിരിക്കുന്ന ലാലു വരെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോയാൽ പണ്ടേ ദുർബല, ഇപ്പം ഗർഭിണിയും, എന്നിട്ട് റോഡിൽ കിടന്ന് എഴുതുകയും കൂടി ചെയ്യുന്ന അവസ്ഥയിലെത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.